ഒരു പെർഫ്യൂം അതിൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ഹൈ ഡോസ് പെർഫ്യൂമാണ്. ലാസ്റ്റിങ് നന്നായിട്ടുണ്ട്, കാരണം എക്സ്ട്രൈഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നല്ല സിയാജും പ്രൊജക്ഷനും ഉണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ആ പെർഫ്യൂം അത്രയും കൂടി ഇഷ്ടമല്ല. അങ്ങനെ ഒരു പെർഫ്യൂം നിങ്ങളുടെ കളക്ഷൻ ഉണ്ടെങ്കിൽ ഡു മെൻഷൻ ഇൻ ദ കമൻറ്റ്. ഓക്കെ, ഞാൻ അവിടെ അങ്ങനെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. കം വിത്ത് മീ. ഗുഡ് ഗായ്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എസ്കാലയുടെ ലാത്തോയാണ്. സോ ഇതാണ് എൻ്റെ ബോട്ടിൽ. നല്ല ബോട്ടിലിങ്ങും പ്രീമിയം ഒക്കെയാണ് സംഭവം. പെർഫോമൻസ് ഓറിയൻറ്റഡ് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഹെവി ഡോസ് ഐറ്റമാണ്. ബട്ട് ഇതിൻ്റെ ഫ്രാഗ്രൻസിലേക്ക് ഒരു പർട്ടിക്കുലർ നോട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ജസ്റ്റ് ഇതിൻ്റെ നോട്ട്സ് ഞാൻ പറഞ്ഞു തരാം. സ്റ്റാർട്ടിങ് വിത്ത് സിട്രസി, വൈറ്റ് ഫ്ലോറൽ, ലില്ലി ഓഫ് ദ വാലി, റോസ്, ഹണി, സ്വീറ്റ്നെസ്, പിന്നെ മസ്ക്, ആംപർ, ഒരു വളരെ മൈൽഡ് ആയിട്ടുള്ള അണ്ടർടോൺ ആയിട്ടുള്ള ഊത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. പക്ഷേ ഇതിൻ്റെ സിംഗിൾ വൺ നോട്ട്, ആ നോട്ട് പക്ഷേ ആക്ച്വലി ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ദാറ്റ്സ് കോൾഡ് ലില്ലി ഓഫ് ദ വാലിയും ജാസ്മിനും കൂടെ ഉള്ള ഒരു സ്വീറ്റ്നെസ്. അതെന്തോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു ഫ്രാഗ്രൻസ്. ഞാൻ പണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് നോക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഫാൻ ബേസ് തന്നെയുണ്ട്. എൻ്റെ വൈഫ് ഉൾപ്പെടെ ഇതിൻ്റെ ഒരു വലിയൊരു ഫാനാണ്. ലാസ്റ്റ് ഡേ പുള്ളിക്കാരി ഇത് അടിച്ചിട്ട് കിട്ടിയ ആ ഒരു പെർഫോമൻസിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അതൊക്കെ വേറെ ലെവലായിരുന്നു. ഈ ഒരു കാറ്റഗറി ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ളവർക്ക് ഒരു ബ്ലൈൻഡ് ബൈ ആണ്. പക്ഷേ എന്നെപ്പോലെ ഈ ജാസ്മിൻ്റെ സ്വീറ്റ്നെസ് ഇഷ്ടമല്ലാത്തവർ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. സോ ഡു ട്രൈ ആൻഡ് ലെറ്റ് മീ നോ. താങ്ക് യു സോ മച്ച് ഗൈസ്.